വിശദമായ ചോദ്യം ചെയ്യൽ തുടങ്ങാനിരിക്കുന്നേയുള്ളൂ. പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് പോലീസ് വ്യക്തത തേടുന്നത്. ആദ്യത്തെ കാര്യം, എന്താണ് കൃത്യത്തിന് ഈ സന്ധ്യയെ പ്രേരിപ്പിച്ച മോട്ടീവ് എന്നതാണ്. ഇപ്പോൾ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ താൻ കുഞ്ഞിനെ കൊന്നു എന്നതിനപ്പുറം ഒന്നും ഈ സ്ത്രീ പറയുന്നില്ല. കൂസലില്ലാതെ ഭാവമില്ലാതെ തന്നെ ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ കഴിയുകയാണ് സന്ധ്യ. രണ്ടാമത്തെ കാര്യം, കൂടുതൽ ആൾക്കാർക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ടോ, മറ്റുള്ളവരുടെ അറിവോടുകൂടിയാണോ സന്ധ്യ ഈ പാതകം ചെയ്തത് എന്ന കാര്യത്തിലാണ്. ആദ്യത്തെ കാര്യത്തിൽ പോലീസിന് മറ്റ് ആർക്കും ഈ കൃത്യത്തിൽ പങ്കില്ല എന്നൊരു പ്രാഥമിക നിഗമനമുണ്ട്. പക്ഷേ നേരത്തെയും സന്ധ്യ ഈ കുഞ്ഞുങ്ങളടക്കം ഈ ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ആരോടെങ്കിലും ഈ കൊലപാതക വിവരം പങ്കുവച്ചിട്ടുണ്ടോ, അവർ അറിയുക വഴി അവർ ഇക്കാര്യം മറച്ചു വെച്ചിട്ടുണ്ടോ, അവർ കൂടി അറിഞ്ഞാണ് ഈ കൃത്യം നടന്നതെങ്കിൽ ആ ഒരു കൊലപാതകം അവർ കൂടി മറച്ചു വെച്ചിട്ടുണ്ടോ, കൂടുതൽ പ്രതികൾ ആ രീതിയിലുണ്ടോ എന്നൊരു പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ സ്ത്രീ പറയുന്നത് പോലെ അവർക്ക് ഭർത്തൃ വീട്ടിൽ ക്രൂരമായിട്ടുള്ള ഗാർഹിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ. 13 വർഷത്തെ സങ്കീർണമായൊരു ദാമ്പത്യമാണ് ഈ സുഭാഷും സന്ധ്യയ്ക്കും അവിടെ കഴിച്ചു കൂട്ടേണ്ടി വന്നത്. 2 കുഞ്ഞുങ്ങളുണ്ടായി. പക്ഷേ പല പ്രശ്നങ്ങൾ ഇരു വീട്ടുകാരും തമ്മിലുണ്ടായി. അതിനിടയിൽ മാനസികാരോഗ്യ വിദഗ്ധനടക്കം കാണിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് അടക്കമായിട്ടാണ് കഴിഞ്ഞ മാസം സന്ധ്യ സ്വന്തം വീട്ടിൽ നിന്നും ഈ തിരുവാങ്കുളത്തെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവിടെ ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടോ, ശാരീരിക മാനസിക പീഡനം ഏറ്റുവാങ്ങിയെന്ന് സന്ധ്യയുടെ അമ്മ പറയുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്ത് എന്ന കാര്യത്തിലും പോലീസിന് വ്യക്തത തേടേണ്ടതുണ്ട്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ത്രീയുടെ മാനസിക നില സംബന്ധിച്ചാണ്. നേരത്തെ ആരോഗ്യ വിദഗ്ധനെ കൊണ്ട് പരിശോധിച്ചപ്പോൾ 35 വയസ്സുണ്ടെങ്കിലും 18-19 വയസ്സിന്റെ മാനസികമായ വളർച്ചയെ ഈ സ്ത്രീക്കുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞതായുള്ള പരാമർശമാണ് ഇപ്പോൾ അമ്മ പൊതുസമൂഹത്തിന് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. അവർ അന്തർമുഖിയാണ്, ആരോടും സംസാരിക്കാറില്ല. ഇപ്പോൾ അച്ഛന്റെ വീട്ടുകാരുടെ അടക്കം പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീട്ടിലെ ജോലികളും കുട്ടികളോടൊന്നും താല്പര്യമില്ലാതെ കഴിഞ്ഞ മാസങ്ങളായി തന്നെ അവർ ഒരു തരത്തിൽ കഴിച്ചു കൂട്ടുകയായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പ്രസവാനന്തരമുള്ള ഒരു ഡിപ്രഷൻ അടക്കമുള്ള അത്തരം പ്രശ്നങ്ങളാണോ ഈ സ്ത്രീ ക്രൂരമായ പാതകത്തിലേക്ക് എത്തിച്ചെന്നൊരു പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഒരു സംഘടിതമായ രീതിയിൽ വളരെ ആലോചിച്ചുറപ്പിച്ച് ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഈ ഉച്ചയ്ക്ക് 3:30 മണി മുതൽ രാത്രി 7:30 സ്വന്തം വീട്ടിലേക്ക് ഈ മൂഴിക്കുളം ഭാഗത്തെ പാലത്തിലേക്ക് അടുത്തുന്നവരെ ഈ സ്ത്രീ ആലോചിച്ചുറപ്പിച്ച് ഈ കൊലപാതക കുറ്റം നടത്തിയെന്ന് തന്നെ പോലീസിന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടിയെ വീട്ടിൽ നിന്നിറങ്ങി അംഗൻവാടിയിലെത്തി വിളിച്ചുകൊണ്ടുപോരുന്നു. 36 കിലോമീറ്റർ ബസ്സിലും ഓട്ടോയിലുമായി മാറി മാറി സഞ്ചരിച്ചുകൊണ്ട് ഈ മൂഴിക്കുളത്തെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഇറങ്ങിക്കൊണ്ട് നടന്നുകൊണ്ട് കുട്ടിയെ ഒക്കെ തിരുത്തിക്കൊണ്ടാണ്, ചെരുപ്പ് പോലും ഉരിക്കാതെയാണ് ആ പാലത്തിന്റെ മുകളിൽ നിന്ന് കുഞ്ഞിനെ ആ ഒരു പുഴയിലേക്ക്, ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത്. എന്നിട്ട് തിരിച്ച് ഒന്നും കൂസാതെ തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്തി അമ്മയോട് കുഞ്ഞ് എവിടെയാണെന്ന് അറിയില്ല, പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ പറയുന്നു. അങ്ങനെ ജുവനൈൽ പോലീസും ഇപ്പോൾ ചെങ്ങൽനാട് പോലീസിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആലുവ റൂറൽ പോലീസും ഇവിടേക്ക് എത്തിക്കൊണ്ട് വിശദമായൊരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. അതിനു മുൻപ് മാധ്യമങ്ങളെ കണ്ട് അന്വേഷണത്തിന്റെ ഒരു ഫോക്കസ് എന്തായിരിക്കും എന്ന കാര്യത്തിൽ വിശദീകരണം